നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് അനുബന്ധ വിവരങ്ങൾ വേണം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവത്തില്ലേ? ത്രൂ ഔട്ട് ഈ 100 ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് വരെ സപ്പോർട്ട് അതുപോലെ തന്നെ നിൽക്കുക. അടുത്തടുത്ത ഫേസുകളിലെ പരീക്ഷ ഉള്ളവരെ എന്തായാലും ഈ ചോദ്യ പേപ്പറിന്റെ 100 ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൃത്യമായിട്ടും പഠിച്ചിട്ട് പോകണം. സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വർണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 79 ആണ് സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ. സ്വർണത്തിന്റെ ലാറ്റിൻ നെയിം എന്താണ്? ഓറം. AURUM. അപ്പൊ ഈ ഓറം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇതിന്റെ രാസപ്രതീകത്തിന് AU എന്ന് കിട്ടിയത്. AU ആണ് ഏതിന്റെ സിമ്പൽ? സ്വർണത്തിന്റെ സിമ്പൽ. സ്വർണം വായുവുമായോ വെള്ളവുമായോ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. നോബിൾ മെറ്റൽ ആണ്. സ്വർണം നീട്ടി കമ്പിയാക്കാനും പറ്റും, അടിച്ചു പരത്തി തകിടാക്കാനും പറ്റും. അതായത് ഡക്റ്റിലിറ്റിയും മാലിബിലിറ്റിയും ഉണ്ട്. 100% ശുദ്ധമായ സ്വർണത്തെ എന്തെന്നാ വിളിക്കുന്നത്? 24 ക്യാരറ്റ് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ്. എന്നാൽ ശുദ്ധമായ സ്വർണത്തിന് കാഠിന്യം കുറവായതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഇതിലേക്ക് എന്ത് ചേർക്കുന്നു? ചെമ്പ് അഥവാ കോപ്പർ ചേർക്കുന്നു. എന്നിട്ട് അത് എത്ര ക്യാരറ്റ് ആക്കി മാറ്റുന്നു? 22 ക്യാരറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? അതൊരു ആസിഡ് ആണ്. രാസവസ്തുക്കളുടെ രാജാവ്. താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇനി സ്വർണത്തെ അലിയിക്കാൻ കഴിയുന്ന മിശ്രിതം ഏതാണ്? അക്വാറീജിയ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയയാണ് സ്വർണത്തെ അലിയിക്കാൻ കഴിയുന്ന മിശ്രിതം. ഇത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും എത്ര റേഷ്യോ? 1:3 എന്ന അനുപാതത്തിൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് അപരനാമങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. പറയട്ടെ കുട്ടികളെ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മെഥനോൾ ആണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. രാജകീയ ദ്രാവകം എന്താണ്? അക്വാറീജിയ. ഇനി വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റീസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറേനിയം ഓക്സൈഡ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏതാ? മീഥെയ്ൻ ആണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ക്യുക്സിൽവർ എന്നറിയപ്പെടുന്നതോ? മെർക്കുറി ആണ് ക്യുക്സിൽവർ എന്നറിയപ്പെടുന്നത്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭാവിയുടെ ലോഹം ഏതാണ്? ടൈറ്റാനിയം ആണ് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? മഗ്നീഷ്യം ആണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മെഥനോൾ ആണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റീസ് ആണ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഓക്സൈഡ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ ആണ്. ക്യുക്സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഏതാണ്? രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? താഴെ കമന്റ് ചെയ്യുക. വിഷങ്ങളുടെ രാജാവോ? ആഴ്സനിക് ആണ്. അപ്പൊ ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണെങ്കിൽ നീല സ്വർണം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ജലമാണ് നീല സ്വർണം എന്നറിയപ്പെടുന്നത്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നതോ? പ്ലാറ്റിനം ആണ് വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ് 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ്
ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി നടന്നത്? ഇന്ത്യയുടെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. സയൻസ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ബംഗളൂരു ആണെന്ന് ഓർക്കുക. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം നടക്കാറുള്ളത് ബംഗളൂരുവിലാണ്. അപ്പൊ AI കുറിച്ച് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കമ്പ്യൂട്ടറുകളെയും റോബോട്ടുകളെയും പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് AI. AIയുടെ പിതാവ് ആരാണ്? ജോൺ മെക്കാർത്തി. എന്താണ് ഈ ഡിജിറ്റൽ വാട്ടർ എന്നാൽ എന്താ? ജലസംരക്ഷണം, വിതരണം, മലിനീകരണ നിയന്ത്രണം എന്നിവയ്ക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും IT-യും പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് ഡിജിറ്റൽ വാട്ടർ. അപ്പൊ ഭാവിയിലെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രധാനമാണ് എന്നുകൂടി ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ മാസം 9-നാണ് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള നിയമസഭയിലെ ആകെ സീറ്റ് 140 തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്ര വയസ്സാണ്? 18 വയസ്സാണ്. ഭരണഘടനയുടെ 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 കുറച്ചത്. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത് ഏത് വർഷം? 1957. ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ഇനി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന് ഓർക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയേണ്ട പോയിന്റ്സ് ഒന്ന് നോക്കിയാലോ. UDFന് എത്ര സീറ്റാ കിട്ടിയത്? UDFന് 102 സീറ്റാണ് കിട്ടിയത്. LDFന് എത്ര സീറ്റാ കിട്ടിയത്? 35 സീറ്റാണ് കിട്ടിയത്. BJPക്ക് എത്ര സീറ്റാ കിട്ടിയത്? 3 സീറ്റാണ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ആർക്കാണ്? PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് ആർക്കാണ്? C രവീന്ദ്രനാഥിനാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത്. 2026 ഏപ്രിൽ മാസം 9-നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ട് എണ്ണിയത് എന്നാണ്? 2026 മെയ് മാസം 4-നാണ് വോട്ട് എണ്ണിയത് എന്നോർക്കുക. ആ സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരായിരുന്നു? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. 16ാം നിയമസഭയിൽ എത്ര വനിതാ MLA-മാരുണ്ട്? 11 വനിതാ MLA-മാരാണ് ഉള്ളത്. 11 വനിതാ MLA-മാർ. മന്ത്രിമാരും വകുപ്പുകളും ഒക്കെ കോഡിന്റെ രൂപത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരും വകുപ്പുകളും കോഡിന്റെ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരും മണ്ഡലങ്ങളും കോഡിന്റെ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ട് നിങ്ങൾ കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. ഇദ്ദേഹം തന്നെയാണ് പൊതുഭരണം, അതുപോലെ നിയമം, തുറമുഖം, ധനകാര്യം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആഭ്യന്തരം, വിജിലൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? K മുരളീധരൻ. ഇനി വനം വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ. റവന്യൂ മന്ത്രി ആരാ? AP അനിൽകുമാർ. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം ആരാണ്? ബിന്ദു കൃഷ്ണ. എത്ര വനിതാ മന്ത്രിമാരാണുള്ളത്? 2 പേരാണ് ഉള്ളത്. ആരൊക്കെ? ബിന്ദു കൃഷ്ണയും KA തുളസിയുമാണ് 2 വനിതാ മന്ത്രിമാർ. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അതും ഒരു വനിത തന്നെയാണ്, ഷാനിമോൾ ഉസ്മാൻ. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഫിഷറീസ് വകുപ്പ് VE അബ്ദുൾ ഗഫൂർ ആണെന്ന് ഓർക്കുക. സാമൂഹ്യ നീതിയും VE അബ്ദുൾ ഗഫൂർ ആണ്. വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ആണ്. ഉന്നത വിദ്യാഭ്യാസം ചോദിച്ചാൽ റോജി M ജോൺ ആണ്. ഇനി വൈദ്യുതി, അതുപോലെ പരിസ്ഥിതി ഒക്കെ ആരാണ്? സണ്ണി ജോസഫ് ആണ്. അപ്പൊ നിങ്ങൾ പോയി മന്ത്രിമാരും വകുപ്പുകളും അതുപോലെ മന്ത്രിമാരും അവരുടെ മണ്ഡലങ്ങളും നിശ്ചയമായിട്ടും കാണുമല്ലോ അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 2ാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനാണ് 2ാം ബുദ്ധൻ എന്ന വിശേഷണം ഉള്ളത്. ശ്രീനാരായണ ഗുരു. അപ്പോ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇദ്ദേഹത്തിന്റെ ജനനം 1856 ഓഗസ്റ്റ് മാസം 20 ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് മാസം 20
മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് നാരായണൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. ഇദ്ദേഹം സമാധിയായതെന്ന 1928 സെപ്റ്റംബർ മാസം 20-നാണ് ഇദ്ദേഹം സമാധിയായത്. അപ്പൊ ഓഗസ്റ്റ് 20-ന് ജനിച്ചു, സെപ്റ്റംബർ 20-ന് സമാധിയായി. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ആദ്യ ഗുരു ആരാണ്? കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു. ഇദ്ദേഹത്തിന്റെ മറ്റു ഗുരുക്കന്മാർ ആരെല്ലാമാണ്? കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, കൃഷ്ണൻ വൈദ്യർ, തൈക്കാട് അയ്യ എന്നിവരാണ് എന്നോർക്കുക. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാ? 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എന്നോർക്കുക. ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത്. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നതാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? 1922 നവംബർ മാസം 22. 1922 നവംബർ മാസം 22 എവിടെ വെച്ച്? ശിവഗിരിയിൽ വെച്ചാണ്. ഇനി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതും എവിടെ വെച്ച് തന്നെ? ശിവഗിരിയിൽ വെച്ചാണ്. 1925 മാർച്ച് മാസം 12-നാണ്. 1925 മാർച്ച് മാസം 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ദേശീയ നേതാവ് ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഇനി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് ആരാണ്? എൻ കുമാരനാണ്. എൻ കുമാരൻ. നമ്മുടെ ചോദ്യം രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ച വർഷം 1903 1903 മെയ് മാസം 15 കൊല്ലമാണ് ആസ്ഥാനം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിന്റെ രചനകൾ ഏതൊക്കെ? പ്രധാനപ്പെട്ട രചനകൾ: ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, ശിവശതകം മുതലായവയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്നോർക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയുടെ പേരെന്താ? യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച വ്യക്തി, ആ നടന്റെ പേരെന്താണ്? തലൈവാസൽ വിജയ്. ഈ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരാണ്? ആർ സുകുമാരൻ ആണെന്ന് ഓർക്കുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി ഓപ്ഷനിൽ 3 പേര്, അയ്യങ്കാളി ആയാലും നടരാജ ഗുരു ആയാലും ചട്ടമ്പി സ്വാമികളായാലും നോക്കിയിരിക്കുക. ആരാണ് നടരാജ ഗുരു? ആരുടെ മകനാണ്? ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ് നടരാജ ഗുരു. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേരെന്താ? ഈ മ്യൂസിയത്തിന്റെ പേര് ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം. കായിക ചരിത്രകാരനായ ബോറിയ മജുംദാറിന്റെ ശേഖരത്തിലുള്ള കായിക വസ്തുക്കളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നോർക്കുക. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഗ്ലൗസ് ഉണ്ട്, സുനിൽ ഗവാസ്കറിന്റെ ബാറ്റ് ഉണ്ട്, PVS സിന്ധുവിന്റെ ഒളിമ്പിക് മെഡൽ നേടിയ റാക്കറ്റ് തുടങ്ങിയ അപൂർവ കായിക വസ്തുക്കളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി കൊൽക്കത്തയുടെ വിശേഷണങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നഗരങ്ങളിൽ ഒന്നാണ് കൊൽക്കത്ത. പ്രശസ്തമായ ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. സോൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
കൊൽക്കത്തയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ആരാണ് ശക്തൻ തമ്പുരാൻ? കൊച്ചി രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. ശക്തമായ ഭരണരീതി കൊണ്ടാണ് ഇദ്ദേഹത്തിന് ശക്തൻ തമ്പുരാൻ എന്ന പേര് ലഭിച്ചത്. തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ലോക പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. വർഷം 1797. അതുവരെ ഉണ്ടായിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ പറ്റാതിരുന്ന പ്രാദേശിക ക്ഷേത്രങ്ങളെ ചേർത്താണ് അദ്ദേഹം തൃശൂർ പൂരം തുടങ്ങിയത്. ഇനി തൃശൂർ നഗരത്തിന്റെ മധ്യത്തിലുള്ള തേക്കിൻകാട് മൈതാനം വെട്ടിത്തെളിച്ച് മനോഹരമാക്കിയതും തൃശൂർ നഗരത്തെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയതും ആര് തന്നെയാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശൂർ കൊട്ടാരത്തിൽ തന്നെയുള്ള വടക്കേച്ചിറ കൊട്ടാരമാണ് ഇന്ന് ശക്തൻ തമ്പുരാൻ മ്യൂസിയം അല്ലെങ്കിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. ശക്തൻ തമ്പുരാന്റെ അന്ത്യവിശ്രമ സ്ഥലവും എവിടെ തന്നെയാണ്? തൃശ്ശൂരിൽ തന്നെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1729 മുതൽ 1758 വരെ ആയിരുന്നു. ഒന്നാം തൃപ്പടിദാനം നടത്തിയ രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി. ഇത് പറയാനുള്ള കാരണം യുവരാജാവ് എന്ന നിലയിൽ ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. വർഷം ഏതാ? 1741 ഓഗസ്റ്റ് മാസം 10. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇനി മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഓർക്കുക. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മ. കൃഷ്ണശർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി എന്നാൽ ക്ലാസ് ലീഡർ, ചട്ടങ്ങൾ പഠിപ്പിക്കുന്ന ആൾ, ക്ലാസ് ലീഡർ എന്നാണ് അർത്ഥം. 1913 ഇദ്ദേഹം പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടും നായർ സമുദായത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതി ഏതാണ്? പ്രാചീന മലയാളം. മറ്റു കൃതികൾ ഏതൊക്കെയാ? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരാണ് രചിച്ചത്? ചട്ടമ്പി സ്വാമികളാണ്. വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച കൃതിയാണ്. കൂടാതെ ക്രിസ്തുമത ചേതനം, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി ഇവയൊക്കെ ആരുടെ രചനകളാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ്. ഇനി ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും സമകാലികരായിരുന്നു എന്നുകൂടി ഓർക്കുക. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്, ഞാൻ കണ്ടതിൽ വെച്ച് സർവജ്ഞനായ ഒരേ ഒരു മനുഷ്യൻ. ഇദ്ദേഹം സമാധിയായ വർഷം 1924 കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിലാണ് ഇദ്ദേഹം സമാധിയായത്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ കൃതിയല്ലേ ചോദിച്ചേക്കുന്നത്, നമുക്ക് കൃതികൾ ഓർക്കുക. ഇനി
പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി ഏതാണ്? പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്രാചീന മലയാളം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായ ശിഷ്യനായിരുന്നു ബോധേശ്വരൻ. സുഗതകുമാരിയുടെ പിതാവാണ്. ഈ ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനത്തിന്റെ, കേരള ഗാനത്തിന്റെ രചയിതാവ് എന്നുകൂടി ഓർക്കുക. ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് കറുപ്പൻ രചിച്ച കവിതയുടെ പേരെന്താണ്? സമാധി സപ്തകം. സമാധി സപ്തകം. അപ്പൊ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് നോക്കുമല്ലോ അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിതയാണ്. സാന്താൾ ഗോത്രവർഗത്തിലാണ് ആര് ജനിച്ചത്? ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച 1958 ജൂൺ മാസം 20-നാണ് ദ്രൗപദി മുർമുവിന്റെ ജനനം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്നോർക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു ആണ്. രാഷ്ട്രപതിയാകുന്നതിന് മുൻപേ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുന്ന ആദ്യ ഗോത്രവർഗ വനിതയും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു ആണ്. എവിടെയാണ് ജനനം? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബർബേഡ എന്ന ഗ്രാമത്തിലാണ് ദ്രൗപദി മുർമുവിന്റെ ജനനം. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? EP രാജഗോപാൽ. EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രബന്ധ സമാഹാരമാണ് ഏത്? ഉൾക്കഥ എന്നത്. മലയാളത്തിലെ പ്രശസ്ത കഥകളെയും നോവലുകളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന മികച്ചൊരു വിമർശന പഠന ഗ്രന്ഥമാണ് ഉൾക്കഥ എന്നോർക്കുക. EP രാജഗോപാലിന് 2021 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ കൃതിയാണ് അപരത്വത്തിന്റെ എഴുത്തുകൾ. രചയിതാവ് ആരാണ്? EP രാജഗോപാൽ. ആഖ്യാനത്തിന്റെ അടരുകൾ രചിച്ചത് ആരാണ്? EP രാജഗോപാൽ. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞാൽ 1968 ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പൊ പുതിയ പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്ത് ചെക്ക് ചെയ്താൽ മതി. പുരസ്കാരങ്ങൾ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1968 ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മഹാകവി G ശങ്കരക്കുറുപ്പാണ് തന്റെ പുരസ്കാര തുക ഉപയോഗിച്ച് ഈ ഒരു അവാർഡ് നൽകാനായിട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് എന്നോർക്കുക. ആദ്യത്തെ ജേതാവ് ആരാണ്? 1968 ആദ്യമായി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് എന്നോർക്കുക. ആദ്യത്തെ വനിതാ ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവലിന് 1977 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? K അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? K അരവിന്ദാക്ഷൻ. 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? E സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് E സന്തോഷ് കുമാറിനാണ് വയലാർ പുരസ്കാരം 2025 ലഭിച്ചത്. 2024 വയലാർ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അശോകൻ ചരുവിൽ. കാട്ടൂർ കടവ് എന്ന കൃതിക്ക്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം 2025 ജേതാവാര? KG ശങ്കരപിള്ള. 2024 ജേതാവാരാണ്? NS മാധവൻ. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ സ്പോർട്സ് അവാർഡാണ് GV രാജ പുരസ്കാരം. ഇപ്പൊ ഗോദവർമ്മ രാജ, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് GV രാജ. കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയാണ്. കൂടാതെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് ആര്? GV രാജ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വഴി മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് കൂടിയാണ് ഏത്? GV രാജ അവാർഡ്. 3 ലക്ഷം രൂപ.
കേരളത്തിന്റെ കായിക ദിനം എന്നാണ്? ഒക്ടോബർ മാസം 13. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഡേറ്റ്, ഓർത്തിരിക്കുക. ഒക്ടോബർ മാസം 13 കേരള കായിക ദിനം. ഇത് GV രാജയുടെ ജന്മദിനമാണ്. ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് മാസം 29. അത് മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഇനി GV രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ കൂടിയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തടുത്ത ക്ലാസ്സുകളിൽ കാണാം. സെറ്റ് അല്ലേ? ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തിരിക്കുക. നമ്മുടെ ആപ്പിലെ കോഴ്സുകളുടെ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഞാൻ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്